ഹൈക്കോടതി പറഞ്ഞു നോക്കി, സുപ്രീം കോടതി പറഞ്ഞു നോക്കി, സകലമാന ജനങ്ങളും പറഞ്ഞു, ഇവിടുത്തെ സാഹിത്യകാരന്മാർ പറഞ്ഞു, സാംസ്കാരിക നായകർ പറഞ്ഞു, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇടതുപക്ഷം പറഞ്ഞു, വലതുപക്ഷം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു രക്ഷയും കിട്ടുന്നില്ല ഈ ഹർത്താൽ. പണിമുടക്ക് നടക്കട്ടെ. പണിമുടക്ക് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾക്കും അധ്യാപകർക്കും അധ്യാപക സംഘടനകൾക്കും സർവീസ് സംഘടനകൾക്കും ഒക്കെ പണിമുടക്കാൻ അവകാശമുണ്ട്. അവർ പണിമുടക്കണം. പക്ഷെ പണിമുടക്കാൻ താല്പര്യമില്ലാത്തവരെ കൊല്ലുന്നതിനെന്നേ. 33 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട് കേരളത്തിൽ. പിന്നെ മൊബിലിറ്റി കേരളത്തിൽ സഞ്ചരിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളി. ഇന്ന് ഒരുപാട് തൊഴിലാളി ചോദിക്കില്ലേ, ഇന്ന് ഞങ്ങൾ പോയി ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കിട്ടുമോ? താല്പര്യമുള്ളവർ ജോലി കിട്ടുന്നേ, താല്പര്യമുള്ളവർ കട തുറക്കട്ടെന്നേ. കോഴിക്കോട് ഒരു സ്കൂളിൽ 2-3 അധ്യാപകർ ചെല്ലെന്ന് പറഞ്ഞാൽ അവിടെ നാട്ടുകാരും CIT-ക്കാരും INTC-ക്കാരും BMS-കാരും എല്ലാ തൊഴിലാളി സംഘടനകളെല്ലാം കൂടെ കൊടുന്ന് വലിയ ബഹളമാണ്. അത് നോക്കിയപ്പോഴാണ് വയനാടിൽ 2 സ്ഥലത്ത് ഒരിടത്ത് ഏരിയ സെക്രട്ടറിയുടെ CPM ഏരിയ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നു, വേറെ സ്ഥലത്ത് ടാർ പ്രവർത്തിക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ടാർ ഇടുന്നു. കോൺട്രാക്ടറാണ് അദ്ദേഹം. ഇപ്പോൾ പിന്നെ പണ്ടാണ് ഇരുന്നല്ലോ ഈ ഫാക്ടറിയും ഗ്ലാസ് കടയും കോൺട്രാക്ടറും നടത്താൻ മതി. ഇപ്പോൾ പിന്നെ തിരിച്ചാണ്. കൺട്രാക്ടർമാരും ഗ്ലാസ് കമ്പനിക്കാരും മുതലാളിമാരുമാണ് CPM-ൻ്റെ നേതാക്കൾ. കാലം തിരിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ബൂർഷയായിരുന്നു, പെറ്റി ബൂർഷ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പെറ്റി ബൂർഷകളും ബൂർഷകളുമാണ് പാർട്ടി നേതാക്കൾ. അത്രയും വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. എന്തായാലും ഇന്ന് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഭക്ഷണം, ഇതെന്തോരം ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവിടെ എല്ലാം പോയി തടസ്സം വയ്ക്കുകയാണ്, ബന്ദാക്കുകയാണ്. ഹർത്താൽ നേതാക്കൾ തന്നെ പറയാണ് സ്തംഭിക്കും, കെട്ടിയിടും, തല്ലും, കൊലപാതകം. എന്തിനാന്നേ? ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും സ്വതന്ത്രമായി സഞ്ചാരിക്കാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തിനാണ്? തൊഴിലാളികൾ വന്ന് പറയണം ഇത് കടയടയ്ക്കണം. മുതലാളി പറയണം എനിക്ക് കടയടയ്ക്കാൻ താല്പര്യമില്ല, നടത്തട്ടെ. ഇത് വന്ന് പറയുകയും തുറന്നിരിക്കുകയാണെങ്കിൽ വന്ന് പറച്ചിലൊന്നുമില്ല, വാരിയിട്ട് അടിയാണ്. പോലീസ് എന്ത് ചെയ്യാനാ? ഭരണകക്ഷിയല്ലേ ചെയ്യുന്നത്, പോലീസിന് വല്ലതും ചെയ്യാനുണ്ടോ? പോലീസ് നോക്കിക്കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ഉന്തും തള്ളുമൊക്കെ ആവും. അത്ര തന്നെ സംഭവിക്കുന്ന. അയാൾ കടയടച്ചിട്ട് പോകും. താല്പര്യമുള്ളവർ തുറക്കട്ടെ, താല്പര്യമുള്ളവർ സമരം ചെയ്യട്ടെ, താല്പര്യമില്ലാത്തവർ സമരം ചെയ്യാതിരിക്കട്ടെ. സമരത്തിൻ്റെ പുതിയ മാർഗ്ഗങ്ങൾ എന്താണെന്ന് ആലോചിക്കുക. ജപ്പാനിൽ സമരം ചെയ്യുന്നില്ലേ? പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ലല്ലോ. ചൈനയിൽ സമരം ചെയ്യുന്നില്ലേ? പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ലല്ലോ. പുതിയ സമരമാർഗ്ഗങ്ങൾ ആലോചിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ പുതിയ ലോകത്ത് പുതിയ സമര മാർഗ്ഗങ്ങൾ ആലോചിക്കണം. ഇത് കോളേജ് അടച്ചിട്ട്, സ്കൂൾ അടച്ചിട്ട്, സർഗതും അടച്ചിട്ട്, സകല സ്ഥാപനങ്ങളും അടച്ചിട്ട് സ്തംഭിപ്പിച്ച് ആരെയും റോഡിലിറങ്ങാൻ സമ്മതിക്കാതെ, ആരെങ്കിലും റോഡിലിറങ്ങിയാൽ അവരെ ചെരുപ്പ് ഊരി എറിഞ്ഞ്, കല്ലെറിഞ്ഞ് കൊന്ന്, അല്ലെങ്കിൽ അവരെ തലയോട്ടി അടിച്ച് പൊട്ടിച്ച്, എന്തുതരം ഗൂണ്ടായുസമാണ് നടക്കുന്നത്? അത് അനുവദിക്കാവുന്നതല്ല ആര് ചെയ്താലും. അതുകൊണ്ട് പണിമുടക്കിന് നമ്മളെതിരല്ല. പണിമുടക്ക് നടക്കട്ടെ. പക്ഷെ പണിമുടക്കാത്തവരുടെ സ്വാതന്ത്ര്യം കൂടി സംരക്ഷിക്കപ്പെടുമ്പോഴാണ് പണിമുടക്കുന്നതിനൊരു അർത്ഥമുണ്ടാകുന്നത്. പണിമുടക്കാതെ വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാതെ പണിമുടക്കാതിരിക്കാൻ താല്പര്യമുള്ള, പണി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പണി കൊടുക്കുവാനും പണി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുവാനും സർക്കാരിന് ബാധ്യതയുണ്ട്. പക്ഷേ സർക്കാർ കയറി ഡയസ്നോണും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകൾ പോകാൻ വണ്ടിയുമില്ല, ഡയസ്നോണും ഉണ്ട്. എങ്ങനെയാണ് ആളുകൾ വീട്ടിൽ നിന്ന് ഓഫീസിലെത്തുക, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുക? വളരെ രസകരമാണ്. ഗവൺമെൻറ് തന്നെ എല്ലാം ചെയ്യുന്നു. ഒരു വശത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വണ്ടി എടുത്തു കൊടുക്കാതെ, ട്രാൻസ്പോർട്ടും മറ്റ് സംവിധാനങ്ങളൊക്കെ ചലിപ്പിക്കാതെ, ഇതിന് ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും തുറക്കാതെ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നു. മറുവശത്ത് ആരെങ്കിലും സമരത്തിൽ പങ്കെടുത്താൽ ഡയസ്നോണാകുമെന്ന് പറയുന്നു, അത് ലീവ് കിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരു കാര്യം ഉറപ്പാണ്, പൊതുജനങ്ങൾക്കൊരവസരം കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ സഞ്ചരിച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ സഞ്ചരിക്കേണ്ട, അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ തീരും ഈ പരിപാടി. മഹാഭൂരിപക്ഷം പുറത്തിറങ്ങുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഭാഗികമായിട്ട് പോലും ബന്ദില്ല. എന്നാൽ പണിമുടക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പണിമുടക്കുന്നു. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ ചുറ്റിപ്പിടിച്ച് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരുതരം എന്താ പറയുക, വല്ലാത്തൊരു ആക്രമ രീതിയിലുള്ള ഒരു ബന്ദാക്കുന്ന, അല്ലെങ്കിൽ ബന്ദിയാക്കുന്ന, സ്തംഭിപ്പിക്കുന്ന സമരമാർഗം ഇവിടെ നിന്ന് കളിയിക്കാവിള പോയാലുമില്ല, മംഗലാപുരത്ത്, കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് പോയാലുമില്ല, അങ്ങോട്ട് വടക്കോട്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ല, ഇങ്ങോട്ട് തെക്ക് നിന്ന് കന്യാകുമാരിയിലിട്ട് പോയാലും ഒരേ ഒരു സ്ഥലത്തുമില്ല. 2 അടി വെച്ചാൽ, കളിയിക്കാവിളയിൽ നിന്ന് 2 അടി അപ്പുറത്ത് വെച്ചാൽ അവിടെ സജീവമാണ്. പിറകിലോട്ട് 2 അടി വെച്ചാൽ
അവിടെ നിർജ്ജീവമാണ്. എന്തിനാണ് ഒരു ജനതയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കോടാനുകോടി രൂപയുടെ നഷ്ടമല്ലേ? തൊഴിൽ നഷ്ടം, വരുമാന നഷ്ടം, എന്തെല്ലാം നഷ്ടമാണ് ഇന്നൊരു ദിവസം, ഒറ്റ ദിവസം ലോക്ക്ഡൗൺ ചെയ്യുന്നതുകൊണ്ട്, പണിമുടക്കുന്നുണ്ട് സംഭവിക്കുന്നത്. എന്തു നേടാൻ? ഇത് വേണ്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംഘടനകൾക്ക് പിരിവും പരിപാടിയും മസിൽ പവറും മസിൽ പിടുത്തവും ഒക്കെ ആയി എന്നുള്ളതല്ലാതെ നാടിനോ നാട്ടാർക്കോ എന്തെങ്കിലും ഗുണം ഈ സമരം കൊണ്ടുണ്ടോ എന്നുകൂടി ഗൗരവമായി ചർച്ച ചെയ്യണം.